സൗന്ദര്യത്താലും ജലസമ്പത്താലും വിശിഷ്ടമായ ഇടം. ചേരമാൻ പെരുമാളിനാൽ പണി കഴിപ്പിക്കപ്പെട്ട ക്ഷേത്രം. 1200ഓളം വർഷത്തെ പഴക്കമുള്ള വെന്നിമല ശ്രീരാമ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിന്റെ തിരുസന്നിധിയിലാണ് ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു നടയിൽ തന്നെ 2 കൊടിമരങ്ങൾ ഉള്ള ക്ഷേത്രം. ഇവിടുത്തെ തീർത്ഥക്കുളത്തിനുമുണ്ട് ഒട്ടേറെ ഐതിഹ്യങ്ങൾ. കപില മഹർഷി തപസ്സു ചെയ്തതായി പറയപ്പെടുന്ന ഒരു ഗുഹയും ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുണ്ട്. അങ്ങനെ ഒട്ടേറെ ഐതിഹ്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്ന ക്ഷേത്രത്തിന്റെ മണ്ണിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ക്ഷേത്ര ഐതിഹ്യങ്ങളിലേക്കും മറ്റ് കഥകളിലേക്കും നമുക്ക് പോയി വരാം. വെന്നിമല ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രം ദക്ഷിണ അയോധ്യയായി അറിയപ്പെടുന്ന കർക്കിടകവാവു ബലിക്കായി ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തിച്ചേരുന്ന കോട്ടയം ജില്ലയിലെ പുണ്യപുരാതനമായ ക്ഷേത്രം. ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ ശിലാവിഗ്രഹത്തിൽ ലക്ഷ്മണൻ പ്രതിഷ്ഠയും ശ്രീരാമൻ സങ്കല്പവുമായി ഒരുമിച്ച് വാഴുന്ന ഈ അപൂർവ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഇന്ന് പോകാം. കോട്ടയം ജില്ലയിലെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നായ വെന്നിമല ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രം ഒട്ടേറെ അപൂർവതകളും പ്രത്യേകതകളും ഉള്ള ക്ഷേത്രമാണ്. ചരിത്രത്തിലും വിശ്വാസങ്ങളിലും ഒരുപോലെ സമ്പന്നമായ ഇവിടെ രാമലക്ഷ്മണന്മാർ വന്നു പോയിട്ടുണ്ട് എന്നാണ് വിശ്വാസം. ഒപ്പം തന്നെ പല മഹാവര്യന്മാരും ഋഷികളും ഇവിടെ തപസ് അനുഷ്ഠിച്ചിട്ടും ഉണ്ടത്രേ. കപില മഹർഷി തപസ് അനുഷ്ഠിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗുഹ ഈ ക്ഷേത്രത്തോട് ചേർന്ന് കാണാം. ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തായാണ് ഇതുള്ളത്. കൂടാതെ കേരള പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകം കൂടിയാണ് ഈ ക്ഷേത്രം. ചരിത്രപ്രസിദ്ധമായ വെന്നിമല ക്ഷേത്രം ചേരമാൻ പെരുമാൾ മഹാരാജാവിനാൽ പണികഴിപ്പിക്കപ്പെട്ടതാണ് എന്നാണ് ഐതിഹ്യം. ഏതാണ്ട് 1200 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ക്ഷേത്രം ചേരമാൻ പെരുമാൾ രാജാവിനാൽ പണികഴിപ്പിക്കപ്പെട്ടത്. ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തായിട്ട് കപില മഹർഷി തപസ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗുഹയാണ്. ആ ഗുഹ എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായിട്ട് ഇവിടുത്തെ പൂർവികര് പറഞ്ഞിട്ടുള്ളത് തെക്കങ്കൂർ രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നു ഒരു കാലത്ത് വെന്നിമല. അപ്പൊ ആ കാലത്ത് ഈ രാജാക്കന്മാരെ വിദേശ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഭൗമാന്തർ പാതയായിട്ട് ആ ഗുഹ ഉപയോഗിച്ചിരുന്നു എന്ന് പൂർവികര് പറയാറുണ്ട്. ഇവിടെ വെന്നിമലയിൽ നിന്നും അവർ വാകത്താനം മണികണ്ഠപുരത്തേക്കാണ് ഈ തെക്കങ്കൂർ രാജവംശം പോയത്. അപ്പൊ ആ വാകത്താനത്ത് റോഡ് പണിക്കായിട്ട് JCB വർക്ക് ചെയ്ത സമയത്ത് ഈ ഗുഹയുടെ എൻഡ് ആ സ്ഥലത്ത് കണ്ടെത്തുകയുണ്ടായി. അപ്പൊ അങ്ങനെ നിരവധി ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് വെന്നിമല. സീതാദേവിയെ അന്വേഷിച്ച രാമനും ലക്ഷ്മണനും ഇതുവഴി വന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അന്ന് ഇവിടം വലിയ കാടായിരുന്നു അത്രേ. കപില മഹർഷി ഉൾപ്പെടെയുള്ള മഹർഷിമാർ ഇവിടെ തപസ് അനുഷ്ഠിക്കുന്ന കാലം കൂടിയായിരുന്നു അത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന രാക്ഷസന്മാർ പലതരത്തിൽ ഇവരുടെ തപസ്സിന് വിഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അതുമൂലം വളരെ വലഞ്ഞ മഹർഷിമാർ ഇവിടെ എത്തിയ ശ്രീരാമനോട് തങ്ങളുടെ വിഷമാവസ്ഥ പറയുകയും അത് പരിഹരിക്കുവാൻ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മഹർഷിമാർക്കൊപ്പം രാക്ഷസന്മാരുടെ അടുത്തെത്തിയ ലക്ഷ്മണനെ കണ്ടപ്പോൾ തന്നെ അവർ അക്രമം ആരംഭിച്ചു അത്രേ. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ലക്ഷ്മണൻ അവരെ പരാജയപ്പെടുത്തി. അങ്ങനെ ലക്ഷ്മണൻ വിജയക്കൊടി പാറിച്ച ഇടം എന്ന നിലയിൽ വിജയാദ്രി എന്ന ഇവിടം കുറെ കാലം അറിയപ്പെടുകയും പിന്നീട് അത് വെന്നിമല ആയി മാറുകയും ചെയ്തു. അതായത് വിജയക്കൊടി പാറിച്ച ഇടം വിജയാദ്രി. ഷട്കാല ഗോവിന്ദമാരാർ എന്ന് പറയുന്ന അതുല്യ പ്രതിഭ, അദ്ദേഹം ജനിച്ച തറവാട് പുളിക്കൽ മാരാത്ത എന്ന തറവാട് ഈ ക്ഷേത്രത്തിന്റെ
വടക്കു ഭാഗത്ത് തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന് സ്വാതിരുനാൾ സമ്മാനിച്ച പൊന്നിടയ്ക്ക ഈ ക്ഷേത്രത്തിലെ അദ്ദേഹത്തിന്റെ പിന്മുറക്കാരെ സോപാന സംഗീതത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നു. ഷഡ്കാല ഗോവിന്ദമാരാരുടെ ഒരു സ്മാരകം നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തായിട്ട് തന്നെ പഞ്ചായത്തിന്റെ നേതൃത്വത്തില് പണി കഴിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്ര വിശ്വാസങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസങ്ങളാണ് ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെട്ടുള്ളത്. 8-ാം നൂറ്റാണ്ടിനോട് അടുപ്പിച്ചാണ് ഇവിടെ ഈ ക്ഷേത്രം സ്ഥാപിതമാകുന്നത്. ഒരിക്കൽ ചേരമൻ പെരുമാൾ വേമ്പനാട് കായലിലൂടെ സഞ്ചരിക്കുമ്പോൾ കിഴക്കു ഭാഗത്ത് നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്നതും സപ്തർഷികൾ ആകാശത്ത് നൃത്തം ചെയ്യുന്നതുമായി അദ്ദേഹം കണ്ടു. പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ തിരക്കിയപ്പോഴാണ് സ്ഥലത്തെ പ്രധാനിയായ പാലൂർ പണിക്കർ കിഴക്കു ഭാഗത്തെ മലയിലെ ഈശ്വര സാന്നിധ്യത്തെക്കുറിച്ച് പെരുമാളിനോട് പറയുന്നത്. പിന്നീട് ഇത് കണ്ടറിയുന്നതിനായി പോയ പെരുമാൾ ആ സാന്നിധ്യം അനുഭവിച്ചറിയുകയും സ്ഥലം ഇനി മുതൽ വെന്നിമലക്കോട്ട എന്നറിയപ്പെടും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞ പ്രദേശത്തു കൂടി കൊടുവരാറ്റിൽ കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടെ രാത്രി കാലത്ത് വെന്നിമല മലയുടെ മുകളിലായിട്ട് സപ്തർഷികൾ ആകാശത്ത് നൃത്തം വെക്കുന്നതായി കണ്ടു എന്നും ആ നൃത്തം വെക്കുന്ന സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹം തോണിയിലുണ്ടായിരുന്ന പാലൂർ പണിക്കരോട് അന്വേഷിക്കുകയും ഈ സ്ഥലത്തിന്റെ പ്രത്യേകത വളരെ പുണ്യമായിട്ടുള്ള ഒരു ഭൂമിയാണ്, സ്വയംഭൂവായിട്ടുള്ള വിഷ്ണു ചൈതന്യമുള്ള ഒരു സ്ഥലമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മഹാരാജാവ് ഇവിടെ ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കാനായിട്ട് നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ സ്ഥലത്ത് ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കാനായി പെരുമാൾ ഒരു വിഷ്ണു വിഗ്രഹം പണി കഴിപ്പിക്കുകയുണ്ടായി. പ്രതിഷ്ഠാ ദിനത്തിന് 2 ദിവസം മുന്നേ എത്തിയ ഒരു താപസൻ അത് പ്രതിഷ്ഠിക്കരുത് എന്ന് ആവശ്യപ്പെട്ടു. കാരണം തിരക്കിയപ്പോൾ താപസൻ തന്റെ കയ്യിലുള്ള ഒരു വടികൊണ്ട് വിഗ്രഹം 2ആക്കുകയും അപ്പോൾ അതിൽ നിന്ന് മലിനജലം ഒഴുകുകയും തുടർന്ന് ഒരു തവള പുറത്തു ചാടുകയും ചെയ്തു. പിന്നീട് സമീപത്തെ തീർത്ഥക്കുളത്തിൽ നിന്നും വിഷ്ണു വിഗ്രഹം ലഭിക്കും എന്നും ആ വിഗ്രഹത്തിൽ ശ്രീരാമ ലക്ഷ്മണന്മാരുടെ ചൈതന്യം ആവാഹിച്ച് പ്രതിഷ്ഠ നടത്തണം എന്നും ആവശ്യപ്പെട്ടു. ഇവിടുത്തെ പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തീർത്ഥക്കുളമാണ്. ക്ഷേത്രത്തിന്റെ തീർത്ഥക്കുളം സ്ഥലപുരാണത്തിൽ പറയുന്നത് വിജയാചല തീർത്ഥേഷു സ്നാത്വാ ഭക്ത്യാ പിതൃക്രിയ കരോതി മനുജോയസ്തു ഗയാശ്രാദ്ധ ഫലം ലഭേൽ. അതായത് വിജയാചലത്തിലുള്ള തീർത്ഥ ചിറയിൽ പോയി പ്രാർത്ഥനാനിരതമായിട്ട് പിതൃതർപ്പണം ചെയ്യുന്ന ഭക്തർക്ക് ഗയാശ്രാദ്ധ ഫലം, അതായത് 12 തലമുറ ബലികർമ്മം ചെയ്തതിന്റെ ഫലം ലഭിക്കും എന്നാണ് സ്ഥലപുരാണത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അമാവാസി ദിവസങ്ങളിൽ ഇവിടെ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടാറുണ്ട്. വിശേഷിച്ചും കർക്കിടക മാസത്തിലെ അമാവാസിയും തുലാമാസത്തിലെ അമാവാസിയുമാണ് പിതൃക്കൾക്ക് ഏറ്റവും വിശേഷമായിട്ടുള്ളത്. ഈ 2 ദിവസങ്ങളിലും ഇവിടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുകയും ബലികർമാദികൾ അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ പിതൃപ്രീതികരങ്ങളായിട്ടുള്ള വഴിപാടുകൾ നടത്തുകയും ചെയ്യാറുണ്ട്. പ്രതിഷ്ഠാ ദിനത്തിൽ വന്ന താപസൻ പെരുമാളിനോട് തന്ത്രിയെ കൊണ്ട് ദേവീ ചൈതന്യം ആവാഹിപ്പിച്ചു വേണം വിഷ്ണു വിഗ്രഹം എടുക്കാൻ എന്നും ദേവീ വിഗ്രഹം കുളത്തിൽ നിന്നെടുത്ത ക്ഷേത്രത്തിൽ ഭഗവാന്റെ വാമാങ്കത്തിൽ തെക്കുകിഴക്കേ മൂലയിൽ ദേവിയെ പ്രതിഷ്ഠിക്കണം എന്നും ആവശ്യപ്പെട്ടു. പ്രതിഷ്ഠാ മുഹൂർത്തമാകുമ്പോൾ കൃഷ്ണപ്പരുന്ത് ഇവിടെ പ്രത്യക്ഷപ്പെട്ട വട്ടമിട്ട് പറന്ന് താഴികക്കുടത്തിൽ വന്നിരിക്കും എന്നും അപ്പോൾ പ്രതിഷ്ഠ നടത്തണമെന്നും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും പോയി. ഇത് കപില മഹർഷി ആണെന്നാണ് ഇവിടുത്തുകാർ വിശ്വസിക്കപ്പെടുന്നത്. വളരെ അപൂർവവും കേരളത്തിൽ വേറൊരിടത്തും കാണാൻ സാധിക്കാത്തതുമായ ഘടപ്രസാദം രീതിയിലുള്ള ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. മുഖമണ്ഡപത്തോടു കൂടിയ വട്ട ശ്രീകോവിലിനെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമസ്തേ, എൻ്റെ പേര് ശ്രീരാജ് നമ്പൂതിരി, ചമ്പകപ്പള്ളി മഠം, വായ്പൂര്. ഞാൻ വെന്നിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലെ മേശാന്തിയാണ്. ഇവിടെ സാധാരണ ദിവസങ്ങളിൽ നട തുറക്കുന്നത് രാവിലെ 5:30-നാണ്. തുടർന്ന് 7:30-ന് ഉഷപൂജ, 10 മണിക്ക് ഉച്ചപൂജ, 10:30-ക്ക് ശേഷം നട അടയ്ക്കുന്നതായിരിക്കും. വൈകുന്നേരം 5:30-ന് നട തുറക്കൽ, 6:30-ന് ദീപാരാധന, അത്താഴപൂജ 7 മണിക്ക്, 7:30-ന് നട അടയ്ക്കും. ഇത് സാധാ ദിവസങ്ങളിൽ നടന്നു വരുന്ന ദൈനംദിനമായ പൂജാവിധികളാണ്. ഇനി വിശേഷങ്ങൾ വരുന്ന ദിവസങ്ങളിൽ
അതിനനുസരിച്ചുള്ള സമയക്രമങ്ങളിൽ മാറ്റം ഉണ്ടാവും. പ്രധാനമായിട്ടും മലയാള മാസത്തിലെ അമാവാസി ദിവസമാണ് പ്രധാനമായിട്ടും ഒരു ദിവസമായിട്ട് ആചരിക്കുന്നത്. അന്ന് വിശേഷാൽ തിലോഹോമം ഉണ്ടായിരിക്കും. പിതൃപ്രീതിക്ക് വേണ്ടിയിട്ടും പിതൃദോഷം മാറുന്നതിനും വേണ്ടിയിട്ടാണ് തിലോഹോമം നടത്തുന്നത്. അത് അമാവാസി ദിവസങ്ങളിൽ മാത്രമേ നടത്താറുള്ളൂ. പിന്നെ കർക്കിടകമാണ് ഇവിടുത്തെ വലിയ ആട്ടുവിശേഷമായിട്ടുള്ളത്. പിന്നെ കുംഭമാസത്തിലെ രോഹിണി ആറാട്ടായിട്ട് വരുന്ന കൊടിയേറ്റ് ഉത്സവം. പിന്നെ തുടർന്നുള്ള ഈ പിതൃദോഷങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള വഴിപാടുകളൊക്കെ അത് എല്ലാ ദിവസവും നടത്തി വരുന്നു. ബലി നടത്തുന്നുണ്ട്. അതുപോലെ പിതൃപൂജ, നമസ്കാരം, വിഷ്ണു പൂജ, സായുജ്യ പൂജ തുടങ്ങിയ പൂജകളൊക്കെ ഇവിടെ എല്ലാ ദിവസവും നടത്തുന്നതാണ്. തിലോഹോമം അമാവാസി ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഉടമസ്ഥതയിൽ 2008 മുതൽ ഈ ക്ഷേത്രം പുരോഗതിയിലേക്ക് കുതിക്കുകയാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അതിനുശേഷം ഇവിടെ ഉണ്ടായി. ഒരു കലാമണ്ഡപം, ഓഡിറ്റോറിയം ഈ ക്ഷേത്രത്തിന് ഉണ്ടായി. അതുപോലെ തന്നെ നിരവധി ചുറ്റുമതിലിൻ്റെ നിർമ്മാണം, അതുപോലെ തന്നെ നടപ്പന്തലിൻ്റെ നിർമ്മാണം, പിന്നെ നമ്മുടെ തിരുമുറ്റം ടൈല് പാകി വൃത്തിയാക്കൽ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ശ്രീകൃഷ്ണസ്വാമി ഇവിടുത്തെ ഒരു പ്രധാന ഉപദേവതയാണ്. ശ്രീകൃഷ്ണസ്വാമിയുടെ ശ്രീകോവിൽ നവീകരണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുകയുണ്ടായി. ഈ ക്ഷേത്രം പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലാണുള്ളത്. 2014 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ ക്ഷേത്രത്തിന്റെ പുരാവസ്തു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം ഈ ക്ഷേത്രത്തെ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിൽ പ്രൊട്ടക്റ്റഡ് മോണമെന്റ് ആക്ട് അനുസരിച്ച് ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ ചെയ്ത് ഈ ക്ഷേത്രത്തെ പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയുണ്ടായി. അതിനുശേഷം ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപ ഇവിടെ ചെലവഴിച്ച് ഈ ക്ഷേത്രത്തിന്റെ ആനക്കൊട്ടിലെ, അതുപോലെ തന്നെ ഗോപുരം, അതുപോലെ ബലിക്കൽപുര, ഇത്രയും ഭാഗങ്ങൾ നവീകരിച്ചെങ്കിലും ഇന്ന് ക്ഷേത്രത്തിന്റെ കൂത്തമ്പലം വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കും. ടാർപോളിനൊക്കെ വെച്ചിട്ടാണ് അത് മഴയിൽ നിന്നും സംരക്ഷിക്കുന്നത്. കാരണം മുഴുവൻ നനഞ്ഞൊലിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഈ ഒരു 5-6 വർഷമായിട്ട് പുരാവസ്തു വകുപ്പിൽ നിന്ന് നമ്മൾ നിരന്തരമായി നിവേദനങ്ങൾ സമർപ്പിക്കുകയും മന്ത്രിയെ കാണുകയും MLA മുഖാന്തരം നമ്മൾ നിരവധി തവണ നമ്മൾ ഈ പുരാവസ്തു വകുപ്പുമായി ബന്ധപ്പെടുകയും ചെയ്തെങ്കിലും നമുക്ക് യാതൊരു സഹായവും ഈ കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അത് എത്രയും വേഗം പുരാവസ്തു വകുപ്പ് ഇതിനുള്ള ക്ഷേത്രത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള ഒരു നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലക്ഷ്മണനാണ് പ്രതിഷ്ഠ, ശ്രീരാമൻ സങ്കല്പവും. 2 പേർക്കുമുള്ള പൂജാവിധികൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലെ ആട്ടവിശേഷങ്ങൾ എന്ന് പറയുന്നത് ചിങ്ങമാസത്തിൽ ഉത്രാടത്തിന് നിറപുത്തരി നിവേദ്യം നടക്കാറുണ്ട്. പിന്നെ വൃശ്ചിക മാസത്തിൽ മണ്ഡലകാലം ഭജനയോടുകൂടിയിട്ട് 41 ദിവസം ആചരിക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഉപദേവതയായി ധർമ്മശാസ്താവ് ഇലഞ്ഞിയുടെ ചുവട്ടിൽ കുടികൊള്ളുന്നതുകൊണ്ട് ഇലഞ്ഞികുടിയാൻ എന്നുള്ള നാമത്തിൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ 41 ദിവസവും വിശേഷാൽ പൂജകളും ഭജനയും ഉണ്ടാകാറുണ്ട്. അതിനുശേഷം പിന്നെ നമുക്ക് ഉള്ളത് ഉത്സവമാണ്. ഉത്സവം എന്ന് പറയുന്നത് മുൻപ് കാലങ്ങളിൽ 28 ദിവസത്തെ ഉത്സവം ആണ് ആഘോഷിച്ചിരുന്നത്. മകരമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ കൊടിയേറി കുംഭമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന തരത്തിൽ 28 ദിവസവും ഉത്സവം ഉണ്ടായിരുന്ന ക്ഷേത്രമാണ്. പക്ഷെ പിന്നീട് 10 ദിവസമായിട്ട് ഇപ്പോൾ ഉത്സവം ലോപിച്ചു. ഐതിഹ്യമലയിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നത് 28 ദിവസവും കൂത്തും കൂടിയാട്ടവും നടന്നിരുന്ന ഒരു ക്ഷേത്രമാണ്. കൂത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. പൊതിയിൽ ചാക്യാന്മാരാണ് ഈ ക്ഷേത്രത്തിലെ കൂത്തിനുള്ള അവകാശം. അവരാണ് കൂത്ത് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒറ്റ നിലയിലുള്ള കോവിൽ കരിങ്കല്ലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 6 അടിയിലധികം ഉയരമുള്ള ചതുർബാഹു വിഷ്ണു വിഗ്രഹം ശ്രീകോവിലിനകത്തെ 3 മുറികളിൽ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ഗൃഹത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്.